നമസ്കാരം. പുതിയ ഒരു വീഡിയോയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. നാം പലപ്പോഴും ഒരു 10 മണി കഴിയുമ്പോൾ വരുന്ന TV വാർത്തകൾ മുഴുവൻ കൊലപാതകത്തിന്റെയും മോഷണത്തിന്റെയും പിടിച്ചുപറിയുടെയും ബലാത്സംഗത്തിന്റെയും വാർത്തകളാണ്. ഇതിനായിട്ട് ചാനലുകാർ ഒരു പ്രത്യേക സമയം പ്രത്യേക പേരിൽ നീക്കിവെച്ചിരിക്കുകയാണ്. ഇതുകൂടാതെ പത്രങ്ങളിൽ നാം ദിവസവും ദിനം പ്രതി നാം വാർത്തകൾ കണ്ടുകൊണ്ടിരിക്കുന്നു. കൊലപാതകം, ബലാത്സംഗം, പിടിച്ചുപറി, ഭവനഭേദനം എന്നിങ്ങനെയുള്ള വിഷയങ്ങൾ. ഇത് നാം പരിശോധിച്ച് നോക്കിയാൽ ഈ പ്രതികൾ എപ്പോഴും ചെറുപ്പക്കാരാണ്. ഒരു 30-35 വയസ്സിനകത്തുള്ള ചെറുപ്പക്കാരാണ് ഈ കുറ്റകൃത്യങ്ങളിലെല്ലാം ഏർപ്പെട്ടിരിക്കുന്നത്. കൊലപാതകങ്ങൾ നടത്താൻ ചെറുപ്പക്കാർക്ക് ഇപ്പോൾ യാതൊരു ഭയവും ഇല്ല. ഒരു നിസ്സാര വിഷയമുണ്ടായാൽ ഉടൻ കയ്യിൽ ആയുധമില്ലെങ്കിൽ വീട്ടിൽ ചെന്ന് ആയുധം എടുത്തുകൊണ്ട് വന്ന് കഴുത്ത് വെട്ടി അങ്ങ് കളയുകയാണ്. അതുമല്ല, 2 കാറുകൾ തമ്മിൽ ഒന്ന് ഉരസിപ്പോയാൽ ചെറുപ്പക്കാർ പുറത്തേക്ക് ഇറങ്ങി വന്ന് ശരി അടി നടത്തി ആര് ജയിക്കുന്നു, ആര് തോക്കുന്നു, എന്ത് സംഭവിക്കുന്നു, ട്രാഫിക്കിന് തടസ്സമുണ്ടാകുന്നു, അല്ലെങ്കിൽ നിയമം കയ്യിലെടുക്കുന്നു, ഇതൊന്നും പ്രശ്നമല്ല. രോഷാകുലരായിട്ട് നിന്ന് അംഗം വെട്ടുകയാണ്. ഇതെന്തൊരു കാലമാണിത്? ഒരു ക്ഷമയില്ലേ? ഒരു വാഹനം ഒന്ന് ഉരസിയാൽ അതിനെന്തെല്ലാം മാർഗങ്ങളുണ്ട്. ആ കോമ്പൻസേഷൻ വാങ്ങാൻ ഒരുപാട് മാർഗങ്ങളുണ്ട്. സാവകാശം നിന്നിട്ട് സഹോദര എന്റെ കൈ നിന്നാണ് ഇത് പറ്റിയെങ്കിൽ ഞാൻ ഇന്നത് ചെയ്യാം, മറ്റേ ആൾ പറയല്ലേ ഇന്നങ്ങ് ചെയ്യാം. അതുമല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനികളുണ്ട്, ഈ വാഹനങ്ങളൊക്കെ ഇൻഷുർ ചെയ്യാണ്. എന്തെല്ലാം പരിഹാര മാർഗങ്ങളുണ്ട്. ഇതിനൊന്നും പോകാതെ വാഹനം അങ്ങോട്ട് ഉരസിയുടൻ ഇറങ്ങി അടിക്കുകയാണ്. തോക്കിരിപ്പുണ്ടെങ്കിൽ എടുത്ത് വെടിവെച്ച് കളയും, വടിവാൾ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ എടുത്ത് വെട്ടി കൊലപ്പെടുത്തി കളയും. അതാണ് ഇന്നത്തെ അവസ്ഥ. ഇതിന്റെ പിന്നിലുള്ള ചേതോവികാരം എന്താണ്? എന്തുകൊണ്ടാണ് ഈ ചെറുപ്പക്കാർക്ക് ക്ഷമയില്ലാതായത്? എന്തുകൊണ്ടാണ് ആയത്? അതിന്റെ പല കാരണങ്ങളുണ്ട്. അതിലൊന്ന്, യുവജനങ്ങളെ സമരം ചെയ്യാനായി രാഷ്ട്രീയക്കാർ ഇറക്കിവിട്ട് അവർക്ക് ആരോടും ബഹുമാനമില്ലാതായിരിക്കുന്നു, ഇവർക്കാരെയും ഭയമില്ലാതായിരിക്കുന്നു. മറ്റൊന്ന്, നല്ല ഒരു ശതമാനം ചെറുപ്പക്കാരും മദ്യവും മയക്കുമരുന്നും ഉപയോഗിക്കുന്നവരാണ്. ഈ 2 കാരണവും നമുക്ക് നിഷേധിക്കാൻ പറ്റുകയില്ല. ഇങ്ങനെയുള്ള ആളുകളുടെ മനസ്സിൽ വേറെ ഒരു കാഴ്ചപ്പാട് ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വന്നിട്ടുണ്ട്. 20 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ഒരിക്കൽ എന്നോട് സംസാര മധ്യേ പറഞ്ഞ അതിഭയങ്കരമായ ഒരു സംഭവം ഞാൻ ഓർക്കുകയാണ്. എന്തോ പേടിക്കാനാ, വന്നാൽ അവനെ തട്ടുക. ഞാൻ ചോദിച്ചു, തട്ടിക്കഴിഞ്ഞാൽ നിന്റെ ഭാവി പോവുകയില്ലേ? എവിടെ പോകാനാ? എനിക്ക് 20 വയസ്സേ ഉള്ളൂ. കൂടിപ്പോയാൽ എന്നെ 12 വർഷത്തേക്ക് ശിക്ഷിക്കും. 12 വർഷം ശിക്ഷ അനുഭവിക്കേണ്ട ആവശ്യമില്ല. 8-10 വർഷം കഴിയുമ്പോൾ നല്ല നടപ്പിന് നമ്മളെ ജയിൽ മോചിതനാക്കും. പിന്നീട് ഒരു വിവാഹവും കഴിച്ച് സുഖമായിട്ട് ജീവിക്കാം. അപ്പോഴും എനിക്ക് 30 വയസ്സ് തികയുന്നതേ ഉള്ളൂ. സാധാരണ ചെറുപ്പക്കാർ വിവാഹം കഴിക്കുന്നത് 28-30 വയസ്സിലൊക്കെയാണ്. ആ സമയത്ത് എനിക്ക് വിവാഹം കഴിച്ച് ജീവിക്കാം. ജയിലിൽ കിടക്കുന്നതിന്റെ പണവും കിട്ടും. എന്തുകൊണ്ട്? കാഴ്ചപ്പാട് എങ്ങനെയുണ്ട്? ഞാൻ ഈ പറയുന്നത് ഞാൻ വെറുതെ ഉണ്ടാക്കി പറയാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഇതൊരു ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞതാണ്. അവൻ വഴക്കുണ്ടാക്കി നടക്കുന്ന ഉപദേശിക്കാൻ ചെന്നപ്പോൾ അവൻ പറഞ്ഞ മറുപടിയാണിത്. ഇത്രയേ ഉള്ളൂ ഇതിന് ഗൗരവം. എതിരാളിയെ കൊല്ലുക. അവൻ നമ്മുടെ അയൽക്കാരനോ നമ്മുടെ സ്നേഹിതനോ നമ്മളെ വല്ലപ്പോഴും കണ്ടിട്ടുള്ള ഒരു പരിചയക്കാരനോ ഒക്കെ ആയിരിക്കും. അതുമല്ലെങ്കിൽ മലയാളിയാണ്, അതുമല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തുള്ളവനാണ്. എടാ, അവനൊരു തെറ്റ് പറഞ്ഞാൽ അത് ക്ഷമിച്ചുകൂടെ? അല്ലെങ്കിൽ നീ ഒരു തെറ്റ് പറഞ്ഞാൽ അവന് ക്ഷമിച്ചുകൂടെ? ആർക്കും ക്ഷമയില്ല. ചെറുപ്പക്കാർക്ക് ജീവിതത്തോട് ഭയമേ ഇല്ല. എന്തും സംഭവിച്ചോട്ടെ, ഞങ്ങൾ നേരിടാൻ തയ്യാറാണെന്നുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടി ജീവിക്കുന്നത് കൊണ്ടാണ് അക്രമങ്ങൾ പെരുകുന്നതും കൊലപാതകങ്ങൾ പെരുകുന്നതും എല്ലാം. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഈ യുവതലമുറയോട് ഞാൻ പറയുകയാണ്, ക്ഷമയാണ് വലുത്. നിങ്ങൾ ക്ഷമിക്കൂ. ഒരാൾ നിങ്ങളെ തല്ലാൻ വന്നാലും എടാ അത് സാരമില്ല, നിങ്ങൾ അതിന് വേണ്ട പരിഹാരം ഞാൻ ചെയ്യാം, എന്നെ നിങ്ങൾ തല്ലിയാൽ അതിന് പരിഹാരമാവുകയോ എന്ന് ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ ചോദിക്കുമോ? ഒരുത്തൻ ഇങ്ങോട്ട് വാടാന്ന് പറഞ്ഞാൽ
എന്നാൽ കാണട്ടിടാന്നും പറഞ്ഞ് നമ്മൾ അങ്ങോട്ട് ചാടിച്ചിലാണ്. എല്ലാവരുടെയും രക്തം തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊരറുതി വരേണ്ടതുണ്ട്. അതിനെപ്പറ്റി നമുക്കൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്. എല്ലാ ചെറുപ്പക്കാരും അതേപ്പറ്റി ചിന്തിക്കണം. നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ ഈ കാര്യം മനസ്സിലായെങ്കിൽ വളരെ നന്ദി. നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ നമസ്കാരം.